ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു ക്യൂട്ട് സ്റ്റൈലിഷ് കഫേയിലാണ്. അപ്പൊ ഇതാണ് കഫേ ഫർഗോസി. കറക്റ്റായി പറയുകയാണെങ്കിൽ കോട്ടയം കുമളി റോട്ടിൽ, അതായത് NH-183-ൽ AKJM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ കഫേ വരുന്നത്. ശരിക്കും ഒരു ഈവനിങ് ടൈം ആയി കഴിഞ്ഞാൽ നല്ല അട്രാക്റ്റീവ് ലൈറ്റ്സും മ്യൂസിക്കും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവരുടെ സ്പെഷ്യൽ ബെസ്റ്റ് സെല്ലേഴ്സ് ഒക്കെ ഇവിടെ പുറത്ത് തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നല്ല ഓത്തന്റിക് ചാട്സ് അവൈലബിൾ ആണ്. ചാട്സും പാനിപൂരി ഒക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യലിസ്റ്റിനെ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ കിട്ടുന്ന സ്ഥലം കാഞ്ഞിരപ്പള്ളിയിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ചാട്സിന്റെ ഒരു സെക്ഷനും കാണാം, തൊട്ടടുത്ത് തന്നെ ഇവരുടെ മോമോസിന്റെ ഒരു സെക്ഷനും ഉണ്ട്. അപ്പൊ രണ്ടും ഒരു ഫുഡ് ട്രക്ക് കൺസെപ്റ്റ് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. രണ്ട് സെക്ഷൻസും നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് പുറത്ത് രണ്ട് ടേബിൾ വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഉള്ളിലുള്ള ആംബിയൻസ് ആണ് ഈ കാണുന്നത്. ഒരു ക്യൂട്ട് ആൻഡ് കോംഫി ആംബിയൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 15 to 20 പീപ്പിളിനെ സീറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ഇന്റീരിയർ ആംബിയൻസ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് പോട്ടഡ് പ്ലാന്റ്സും അതേപോലെ വെരി അട്രാക്റ്റീവ് ലൈറ്റ് സിസ്റ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് എന്തായാലും ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒന്ന് നോക്കിക്കളയാം. ഇതാണ് ഇവരുടെ മെനു. നല്ല കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് മെനു ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഒരുവിധം എല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഷവർമാസ് ഉണ്ട്, ബർഗേഴ്സ് ഉണ്ട്, ആപ്പിറ്റൈസേഴ്സ് ഉണ്ട്, മൊഹിത്തോസ് ഉണ്ട്, ബബിൾ ടീ ഉണ്ട്, മിൽക്ക് ഷേക്സ് ഉണ്ട്, ഫലൂഡ ഉണ്ട്, ജ്യൂസസ് ഉണ്ട്. പിന്നെ ഇവരുടെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. അത് പല വേരിയസ് കോമ്പോസിലുണ്ട്. പിന്നെ ഇവരുടെ ഹോട്ട് ബേവറേജസ് ഉണ്ട്, മോമോസ് ഉണ്ട്. എല്ലാം വളരെ റീസണബിൾ റേറ്റ്സ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ ഇവരുടെ സ്പെഷ്യൽ ചാട്ട് ഐറ്റംസിന്റെ മെനു ഉണ്ട്. സത്യത്തിൽ 3-4 ഐറ്റംസ് കഴിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ മെനു കണ്ടപ്പോൾ തോന്നി എല്ലാം വളരെ റീസണബിൾ ആണെന്ന്. അപ്പൊ ഇവര് തന്നെ ഇവരുടെ കുറച്ച് ബെസ്റ്റ് സെല്ലർ ഐറ്റംസ് സജസ്റ്റ് ചെയ്തു. ആദ്യം ഇവരുടെ ഫ്രൈഡ് ചിക്കന്റെ സെറ്റ് വന്നു. പിന്നെ ഇവരുടെ ഫലൂഡ വന്നിട്ടുണ്ട്. പിന്നെ വന്നത് ഇവരുടെ 3 ബെസ്റ്റ് സെല്ലർ ഫ്ലേവറിലുള്ള ഷവർമാസ് ആണ്. ഇതിന്റെ പ്രസന്റേഷൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ബർഗർ ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഷേക്ക് ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ സ്പെഷ്യൽ പാനിപൂരിയുടെ ഒരു സെറ്റാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഐസ്ക്രീംസ് ഒക്കെ പെട്ടെന്ന് മെൽറ്റ് ആവുന്നത് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇവരുടെ സ്പാനിഷ് ഫലൂദ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റേറ്റ് ആണ് ഈ ക്വാണ്ടിറ്റിക്ക് വരുന്നത്. ശരിക്കും വെർത്തായി ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റി. അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്താണെന്ന്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്പാനിഷ് ഡിലൈറ്റ് ഐസ്ക്രീം ആണ്. അതുകൊണ്ടാണ് ആ പേര് വരുന്നത്. പിന്നെ ഇതിൽ വാനില വേഫേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ സേമിയ ഉണ്ട്. നല്ല പെർഫെക്റ്റ് ഫലൂഡയാണ്. ശരിക്കും വർത്ത് ദ റേറ്റ് ആണ്. പിന്നെ വന്നത് ഈ ഒരു മൊഹിറ്റോ ആണ്. അതിനുശേഷം ഈ ഒരു കോഫി ഐറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ വേറൊരു സ്പെഷ്യൽ ചാട്ട് ഐറ്റം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി ഇവരുടെ മാംഗോ ഐസ്ക്രീം ഷേക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി. ശരിക്കും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അൽഫോൺസോ മാംഗോയുടെ സ്കൂപ്പാണെന്ന് തോന്നുന്നു. ശരിക്കും ഈ ഒരു റേറ്റിന് നല്ല പെർഫെക്റ്റ് ഷേക്കാണ്. പിന്നെ വന്നത് ഈ ഒരു കോഫി ഡ്രിങ്ക് ആണ്. അപ്പൊ നമുക്കിനി ഇവരുടെ ഈ ക്യാപ്പുച്ചിനോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റേറ്റ് വരുന്നത്. ഈ മഗ് വളരെ അട്രാക്റ്റീവായി തോന്നി. ശരിക്കും ഈ മഗ് തന്നെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. അതിനെക്കുറിച്ച് ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് അത് ഇമ്പോർട്ട് ചെയ്തതാണ്, അതും വുഡിൽ ഉണ്ടാക്കിയിട്ടുള്ള മഗ്ഗാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു സിപ്പ് എടുത്ത് നോക്കാം. ആഹാ, നല്ല റിഫ്രഷിംഗ് ആൻഡ് സൂത്തിങ് ക്യാപ്പുച്ചീനോ. പിന്നെ വന്നത് ഈ ഒരു ഐറ്റം ആണ്. അപ്പൊ ഇനി നമുക്ക് ഇവരുടെ ഫ്രൈഡ് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഇവരുടെ ഫാമിലി പാക്ക് ആണ്. ഫാമിലി പാക്ക് എന്ന് വരുന്ന റേറ്റ് ആണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിലത്തെ ലെഗ് പീസ് ഒന്ന് ഇതിലത്തെ മയണൈസിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. ആഹാ, നല്ല കിഡിലൻ ഫ്രൈഡ് ചിക്കൻ, വെരി ക്രിസ്പി ആൻഡ് ക്രഞ്ചി. ശരിക്കും KFCയിലത്തെ ചിക്കന്റെ ടേസ്റ്റ് പോലെയാണ് ഫീൽ ചെയ്തത്. നല്ല ഒരു മിക്സ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ 3 റുമാലി റൊട്ടി വരുന്നുണ്ട്. പിന്നെ കെച്ചപ്പിന്റെ സാഷെ വരുന്നുണ്ട്. അത്യാവശ്യത്തിന് ഫ്രഞ്ച് ഫ്രൈസ് വരുന്നുണ്ട്. 2 ഗാർലിക് പേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു കോൾസ്ലോവും വരുന്നുണ്ട്. ശരിക്കൊരു പേസ വസൂൽ പാക്ക് തന്നെയാണ്. അതിന്റെ ഇടയിൽ ഇവരുടെ മോമോസ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇവരുടെ റുമാലി റൊട്ടിയുടെ ക്വാളിറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് റുമാലി റൊട്ടിയാണ്. അതും നമുക്ക് ആ ചിക്കൻ കൂട്ടി ആ കോൾസ്ലോയിൽ മുക്കി ഒന്ന് കഴിച്ചു നോക്കാം.
ആഹാ, നല്ല ടേസ്റ്റി കോൾസ്ലോ അത് ഇവര് തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇവരുടെ ഫ്രഞ്ച് ഫ്രൈസ് ആ ഗാർലിക് പേസ്റ്റ് മുക്കി ഒന്ന് കഴിച്ചു നോക്കാം. നല്ല ഡീസന്റ് ഫ്രഞ്ച് ഫ്രൈസ് തന്നെയാണ്. അടുത്തത് നമുക്ക് ഇവരുടെ എസ്പ്രസോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റി ആണ്. അപ്പൊ നമുക്ക് ഇതില് ഒരു സാഷേ ഷുഗർ ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ഡബിൾ സ്ട്രോങ് ഡീകോക്ഷൻ ആണെന്ന് തോന്നുന്നു. ഉറക്കം വരുന്നവർ ഇത് വാങ്ങിച്ച് കുടിച്ചാൽ ഉറക്കം പമ്പ കടക്കുന്ന ഉറപ്പാണ്. അടുത്തത് നമുക്ക് ഇവരുടെ ദഹിപൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ റീസണബിൾ റേറ്റ് ആണ്. നല്ല ക്വാണ്ടിറ്റി ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആഹാ, നല്ല കിഡിലും ദഹിപൂരി. ശരിക്കും ആ തൈരിന്റെ ടേസ്റ്റ് ഒക്കെ ശരിക്കും ഫീൽ ചെയ്യാം. പിന്നെ ഒരു സ്വീറ്റ് ചട്നിയുടെയും അനാറിന്റെ ഒക്കെ കമ്പൈൻഡ് ടേസ്റ്റ് നല്ല കിഡിലൻ സംഗതിയാണ്. അടുത്തത് നമുക്ക് ഇവരുടെ ഷെയ്സ്വാൻ ചിക്കൻ മോമോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 5 പീസ് മോമോസിന് ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. സാധാ മോമോസ് ഒക്കെ കഴിച്ച് മടുത്തു. അപ്പൊ ഇവരുടെ ഫ്ലേവേർഡ് മോമോസ് ഒന്ന് കഴിച്ചു നോക്കാന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ആഹാ, നല്ല മീഡിയം സ്പൈസി ഷെയ്സ്വാൻ സോസിൽ മുക്കിയിട്ടുള്ള സ്റ്റീം ചിക്കൻ മോമോസ് ആണ്. ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഇനി നമുക്ക് ഇവരുടെ മസാല പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കളർഫുൾ സ്നാക്കിന് വരുന്ന റേറ്റ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആഹാ, നല്ല മിക്സ്ഡ് കോമ്പിനേഷൻ ഫ്ലേവർ ആണ് വരുന്നത്. അതായത് ഗ്രീൻ പീസ് വരുന്നുണ്ട്, സവാള വരുന്നുണ്ട്, തക്കാളി വരുന്നുണ്ട്, പൊട്ടാറ്റോ വരുന്നുണ്ട്, പാപ്പടി ചാട്ടിന്റെ പീസസ് വരുന്നുണ്ട്. നല്ലൊരു കിഡിലൻ സ്നാക്ക് തന്നെയാണ്. അടുത്തത് ഇവരുടെ ഫേമസ് പാനിപൂരിയാണ്. അത് 6 പീസസിന്റെ ഒരു പ്ലേറ്റിന് ഈ റേറ്റ് ആണ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പാനിപൂരി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ആണ്. അപ്പോൾ അതിലേക്ക് ആദ്യം ആ സ്വീറ്റ് സിറപ്പ് ഒഴിച്ച് പിന്നെ ഈ മിന്റ് ചട്നിയും കൂടി ഒഴിച്ച് നേരെ വായിലോട്ട് ഇടാ, പിന്നെ കഴിക്കുക. കൊള്ളാം, നല്ല കിഡിലൻ പാനിപൂരി. ഇതും ഒരു പെർഫെക്റ്റ് ടീ സ്നാക്ക് തന്നെയാണ്. ശരിക്കും ഇതിന്റെ എക്സ്പേർട്സ് തന്നെ ഇത് ഉണ്ടാക്കിയെന്ന് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം. പിന്നെ വന്നത് ഇവരുടെ ഒരു ബ്ലൂ ഫ്രഷ് മൊഹിത്തോ ആണ്. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ഇവിടെ ബെവറേജസ് എല്ലാം വളരെ റീസണബിൾ റേറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കൊള്ളാം, നല്ലൊരു ഡീസന്റ് ബ്ലൂ മൊഹിത്തോ തന്നെയാണ്. ഇനി നമുക്ക് ഇവരുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഇവരുടെ ഷവർമാസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവരുടെ ടർക്കിഷ് ചിക്കൻ ഷവർമയ്ക്ക് ഈ ഒരു റേറ്റ് വരുന്നുണ്ട്. റുമാലി റൊട്ടിയിൽ വരുന്ന ഷവർമ അത്യാവശ്യത്തിന് നല്ല സൈസാണ് വരുന്നത്. നന്നായി ഗ്രിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. കൊള്ളാം, നല്ല പെർഫെക്റ്റ് ഫില്ലിംഗ് ആണ്. ഹാലപ്പീനോസും ഫ്രഞ്ച് ഫ്രൈസും സ്പെഷ്യൽ സോസും നല്ല ജ്യൂസി ചിക്കനൊക്കെ ആയിട്ടാണ്. നല്ല കിഡിലൻ ഫ്ലേവർ, സ്പൈസി അല്ലാത്തൊരു ഫ്ലേവർ ആണ്. അടുത്തത് നമുക്ക് ഇവരുടെ ക്രിസ്പി ചിക്കൻ ഷവർമ റോളും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. ക്രിസ്പി ചിക്കൻ ഷവർമ എന്ന് പറയുമ്പോൾ ഇവരുടെ ആ ഫ്രൈഡ് ചിക്കന്റെ ആ കിഡിലൻ ചിക്കൻ തന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇതിന്റെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം. ആഹാ, നല്ല കിഡിലൻ ഷവർമ. ശരിക്കും അതേ മിക്സിന്റെ ഫ്രൈഡ് ചിക്കൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മസ്റ്റ് ട്രൈ ഷവർമ തന്നെയാണ്. അടുത്തത് നമുക്ക് ഇവരുടെ മെക്സിക്കൻ ചീസ് ചിക്കൻ ഷവർമ റോളും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു റേറ്റ് ആണ് വരുന്നത്. എല്ലാ ഷവർമാസും ഒരേ പ്രസന്റേഷൻ ആണ്. അതായത് സോസ് ഉണ്ട്, സാലഡ് ഉണ്ട്. പക്ഷെ ഫില്ലിങ്ങിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ആഹാ, ഒരു സ്പെഷ്യൽ സ്പൈസി മെക്സിക്കൻ സോസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ചീസും ഹാലപ്പീനോസും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വരുന്നുണ്ട്. നല്ല കിഡിലൻ ഫില്ലിംഗ് ആണ്, നല്ല കിഡിലൻ ഫ്ലേവർ ആണ്. സ്പൈസി ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഒരു മസ്റ്റ് ഐറ്റം തന്നെയാണ്. അടുത്തത് ഫൈനലി ഇവരുടെ ഒരു ബർഗർ ഐറ്റം ആണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇവർ ഏത് ബർഗറാണ് നമുക്ക് സജസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല. ആഹാ, ബർഗർ നല്ല സൈസ് ഉണ്ട്. അപ്പൊ ഇതാണ് ഇവരുടെ ക്രിസ്പി ചിക്കൻ ചീസ് ബർഗർ. ഈ ഒരു റേറ്റിന് സാധാരണ ബർഗറിനെ ും നല്ല വലിപ്പമുണ്ട്. അതേപോലെ നല്ല പെർഫെക്റ്റ് ബൺ ക്വാളിറ്റി ആണ്. അതായത് ഇതിൽ ഉള്ള ഫില്ലിംഗ് ഒക്കെ വളരെ ഫേം ആയിട്ട് അതിൽ ഇരിക്കുന്നുണ്ട്, സ്പില്ല് ചെയ്യുന്നില്ല. അപ്പൊ നമുക്കിതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം. ആഹാ, ഇത് ഇവരുടെ ആ പെർഫെക്റ്റ് ഫ്രൈഡ് ചിക്കൻ ഫില്ലേ തന്നെയാണ്. അതിന്റെ കൂടെ ഹാലപ്പീനോസ് ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, സ്പെഷ്യൽ സോസ് ഉണ്ട്. ഇത്രയും വലിയ ബൈറ്റ് എടുത്തിട്ടും ആ ബണ്ണ് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട്, പൊളിയാതെ. അപ്പൊ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ബർഗർ ആണെന്ന്. അപ്പൊ ഇന്നത്തെ ഫുഡ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ്. ഒരു കിഡിലൻ ഫുഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതായത് ഇവരുടെ ഫ്രൈഡ് ചിക്കൻ, ഇവരുടെ ചാട്ട് ഐറ്റംസ്, അതേപോലെ ഇവരുടെ ഷവർമ, ബർഗേഴ്സ് ഒക്കെ നല്ല ഹൈ ക്വാളിറ്റി സംഭവങ്ങൾ തന്നെയാണ്.
ആണ്, അതും വളരെ അഫോർഡബിൾ റേറ്റ്സിലുമാണ്. ഒരു മസ്റ്റ് ട്രൈ ഫുഡ് സ്പോട്ട് തന്നെയാണ്. അതേപോലെ നല്ല ഫ്രൈഡ് ചിക്കൻ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കോട്ടയത്തൊന്നും പോകണ്ട, ഇവിടേക്ക് വന്നാൽ മതി. ശരിക്കും KFC സ്റ്റൈൽ ചിക്കൻ തന്നെയാണ്. നല്ല ക്വാളിറ്റി, നല്ല ടേസ്റ്റ്, നല്ല മിക്സ്. അതേപോലെ തന്നെ നല്ല ചാട്ട് ഐറ്റംസും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇഷ്ടം പോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ ഇതിലൂടെ പാസ് ചെയ്യുന്നവർ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇവർക്ക് ബാംഗ്ലൂരിലും ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.